ഹലോ ഫ്രണ്ട്സ്, എടുക്കാൻ പുതിയൊരിടയ്ക്കിലേക്ക് സ്വയം കേസ്. അപ്പോൾ നമ്മൾ ഇന്ന് കിടുക്കാച്ചി ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എന്താ പറയുക, പൊതുവെ എല്ലാവർക്കും ഇതിൻ്റെ പേരറിയാം. എന്നാൽ ഞാൻ പേര് പറയാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി സോഡയാണ് കേസ്. നല്ല എരിവുള്ളൊരു ചില്ലി സോഡയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കണം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഏൽപ്പിച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് നേരെ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ചില്ലി സോഡ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു ഗ്ലാസ്സാണ് കേസ്. ഇതിലോട്ട് നമ്മൾക്ക് ആദ്യം നല്ല കഴുകി വെച്ച എന്താ പറയുക, ഒരു ഫുൾ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു നീല പോലെ നമുക്ക് വെക്കണ്ട, മുഴുവനായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പം എന്തേ ഗൈസ്, ഒന്ന് പൂർണ്ണമായി തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത പുളപ്പ്. ഓഹോ ഗൈസ്, ഇത് നാരങ്ങക്ക് നല്ലോണം ജ്യൂസ് ഉണ്ട് ഗൈസ്. നല്ലോണം പിഴിഞ്ഞങ്ങോട്ട് ഇട്ടെടുക്കാം. ഓഹോ ഗൈസ്, നല്ല നീരുണ്ട് ഇതിന്. എൻ്റെ പൊന്നെ, എന്ത് പൊടി! ദൈവമേ, ഒരു പുളപ്പതിന് ഇടണ്ടായിരുന്നു. ഇക്കത്തെ പുളി ഗൈസ്. അപ്പോൾ ഗൈസ്, അടുത്ത് നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ളത് നമ്മുടെ പഞ്ചസാര ലായനി. ഞാൻ നേരത്തെ ആക്കി വെച്ചതാണ് ഗൈസ്. ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, പഞ്ചസാര ലൈൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു ഭംഗിക്ക് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ച ചെറുനാരങ്ങ വേണ്ട ഗൈസ്, അല്ലെങ്കിൽ വേണ്ട. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് നല്ല പച്ചമുളകാണ് ഗൈസ് ഇടാനുള്ളത്. ഗൈസ്, ഇത് ഇടുന്നത് ആവശ്യത്തിനനുസരിച്ചാണ്. ഞാൻ പൊതുവേ നല്ലോണം എരിവ് ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഞാൻ ഈ ഒരു പച്ചമുളക് മുഴുവനായിട്ട് ഇടുന്നുണ്ട്. ഞാൻ സ്ലൈസ് ആയിട്ട് ഇട്ടെടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെയാണ് എരിവ് വേണ്ടത്, അതേപോലെ ഇട്ടെടുക്കാം. ഇത് നല്ല എരിവുള്ളൊരു മുളകാണ്. നല്ല ഇതിരുന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതേ മുളക് നല്ല ഇതിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല മണം, എന്താ പറയുക, നല്ലൊരു എരിവിൻ്റെ ഒരു മണം മൂക്കിലടിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് നല്ല സോഡ പൊട്ടിച്ചെടുക്കുകയാണ് ഗൈസ്. നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മളിത് സോഡ ഒഴിച്ചെടുക്കാൻ പോവുകയാണ്. ലാസ്റ്റ് വെച്ചെടുക്കാം ഗൈസ്. ഇത്രയും ബാക്കിയുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം ഗൈസ്, അല്ലെങ്കിൽ പണി പാടും. അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്യാസ് ഇങ്ങോട്ട് പോവും ഗൈസ്.
ഗൈസ് ഇനി അടുത്ത പണി കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ ഉപ്പ് ലാസ്റ്റാണ് കേട്ടോ ഇടേണ്ടത്. അപ്പം ഞാൻ ഏകദേശം കുറക്ക് ഉപ്പ് ഗൈസ്. എന്താ ഇത്ര ഒരു ഉപ്പാണ് ഞാൻ ഇട്ടെടുക്കുന്നത്. കണ്ടോ ഗൈസ്. ഗൈസ് മൂക്കിലേക്ക് കയറി. ഇതുകൊണ്ട് മുളകിൻ്റെ ഒരു ഗൈസ് മൂക്കിലേക്ക് കയറി ഒരു ഒടുക്കത്തി ഇതായിരിക്കും. കയറി ഫുള്ള് കുടിച്ച് നോക്കാം ഗൈസ്. ഗൈസ് സെറ്റ് സാധനം എന്ന് പറഞ്ഞാൽ സെറ്റ് സാധനം. ഗൈസ് ഒരു മുളക് എൻ്റെ വയറ്റിലേക്ക് ഇറങ്ങിപ്പോയി. നല്ല എരിവുണ്ട് ഗൈസ്. എൻ്റെ ഈ ഒരു പോർഷനൊക്കെ തന്നെ കത്തി തുടങ്ങി. ഗൈസ് 1-2 മുളകൊക്കെ എൻ്റെ വയറ്റിനുള്ളിൽ ഉണ്ട് ഇപ്പോൾ. കുറച്ച് സോഡ കൊണ്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒടുക്കത്തരുവെന്ന് ആൾക്കാരന് ഒടുക്കത്തരുവാണ്. ഗൈസ് ഇതിനുള്ള പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് കുടിച്ചിട്ട് നിർത്താൻ കഴിയില്ല ഗൈസ്. കുടിച്ചോണ്ട് തോന്നുന്നു അമ്മാതിരി ടേസ്റ്റാണ് ഗൈസ് ഇത്. ഏകദേശം എൻ്റെ ചുണ്ടിന് ഈ ഒരു ഭാഗത്തൊക്കെ എരിവ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ അവസ്ഥ ഗൈസ്. മൂക്കിലെ ശ്വാസം പുറത്തേക്ക് എക്സൈൽ ചെയ്യുമ്പോൾ എന്താ പറയുക മൂക്കിൻ്റെ ഉള്ളിലൊക്കെ പുകയും. ഇപ്പോൾ തന്നെ നല്ല പുകയുണ്ട് ഗൈസ്. ഇപ്പോൾ ഗൈസ് സാധനം സെറ്റ് സാധനം ഗൈസ്. എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഗ്യാസാണ് ഗൈസ്. സെറ്റ് സാധനം സെറ്റ് സാധനം. ഞാൻ കാര്യം പറയാം ഗൈസ്. ഒരു തുള്ളിയിൽ വേസ്റ്റൊക്കെ തോന്നില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൽ എരിവുണ്ടെങ്കിൽ മെയിനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഒന്നും പറയുന്നില്ല ഗൈസ്. ചുണ്ടൊക്കെ എരിയാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. കിഡു സാധനം ഗൈസ്. കിഡു എന്ന് പറഞ്ഞാൽ കിഡു. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നേരം ടാറ്റാ.